തമിഴകത്ത് നിന്നും ആ വലിയ അനൗൺസ്മെന്റ് എത്തി. നെൽസൺ ദിലീപ് കുമാർ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രമോ വീഡിയോ ഉണ്ട് അവരുടെ ഫിലിമുകൾ അനൗൺസ് ചെയ്യുന്നതായി. അതൊരു ഗംഭീര തമാശയൊക്കെ നിറഞ്ഞ് നെൽസന്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിലാണ് അവതരിപ്പിക്കുന്നത്. അത് കാണാൻ ഒരു കൂട്ടം പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇത്തവണ ആകാംക്ഷ വളരെ കൂടുതലാണ്. കാരണം നെൽസന്റെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ ജയിലറിന്റെ രണ്ടാം ഭാഗമാണ് വരുന്നത് എന്നതായിരുന്നു റൂമറുകൾ. അത് സത്യവുമായി. ജയിലർ 2ന്റെ അനൗൺസ്മെന്റ് തന്നെയാണ് നടത്തിയത്. 4 മിനിറ്റുള്ള വീഡിയോ അവതരിപ്പിച്ചപ്പോൾ രജനികാന്ത് മാസ് രീതിയിൽ നമുക്ക് മുന്നിലേക്ക് എത്തി. അടുത്തത് ജയിലറിന്റെ ഡബിൾ ആയിരിക്കും എന്നാണ് കാണാനും കഴിയുന്നത്. തങ്ങൾക്കൊരു കണ്ടന്റ് കിട്ടി, ഇതിൽ നിന്ന് തന്നെ തുടങ്ങാം എന്നതാണ് അവരുടെ വാക്കുകൾ. എന്നാൽ മോഹൻലാലിനെയോ ശിവരാജ് കുമാറിനെയോ ഒന്നും കാണിച്ചില്ല. എന്നാൽ വരാൻ ഇനിയും സാധ്യതകൾ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു. ഇവിടെ തീർന്നില്ല ഈ ആകാംക്ഷഭരിതമായ വീഡിയോകളൊന്നും, ഇനിയുമുണ്ട്. രജനികാന്ത് ആരാധകർ ആഘോഷമാക്കിയ വിജയമായിരുന്നു 2023 പുറത്തിറങ്ങിയ ജയിലർ സിനിമയുടേത്. ബീസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിന്റെ ഗംഭീര തിരിച്ചുവരവ് കൂടിയായിരുന്നു ജയിലർ. ഇപ്പോഴത്തെ സിനിമയുടെ രണ്ടാം ഭാഗം നിർമ്മിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ടീസർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാണ് പ്രഖ്യാപനം. ഞൊടിയിടയിൽ ജയിലർ 2 ടീസർ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. അനിരുദ്ധാണ് സിനിമയ്ക്ക് സംഗീതം ഒരുക്കുന്നത്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് സിനിമയുടെ നിർമ്മാണം. ജയിലറിൽ വിനായകൻ, രമ്യ കൃഷ്ണൻ, വസന്ത്, സുനിൽ, തമന്ന, VTV ഗണേഷ് എന്നിവർക്കൊപ്പം മോഹൻലാലും കന്നഡ നടൻ ശിവരാജ് കുമാറും ബോളിവുഡ് താരം ജാക്കി ഷറാഫും അതിഥി വേഷങ്ങളിൽ എത്തിയിരുന്നു. ഈ അതിഥി താരങ്ങളെ തന്നെയാണ് മലയാളി പ്രേക്ഷകരും മറ്റ് ഇൻഡസ്ട്രിയിലുള്ള പ്രേക്ഷകരും ഒക്കെ നോക്കിക്കാണുന്നത്. മോഹൻലാൽ ഇനി വന്നാലോ, വരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് പറയാൻ കഴിയുന്നത്. കാരണം മോഹൻലാൽ ചില തീരുമാനങ്ങൾ എടുത്തു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ മൂവി അനലിസ്റ്റുകൾ നൽകുകയാണ്. ഒടുവിൽ അങ്ങനെ ഒരു തീരുമാനം മോഹൻലാൽ എടുത്തു എന്ന രീതിയിലാണ് അവർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. മോഹൻലാൽ പ്രേക്ഷകരുടെയും ആരാധകരുടെയും അഭ്യർത്ഥന സ്വീകരിച്ചിരിക്കുന്നു. മുമ്പും മോഹൻലാൽ ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചിരുന്നു ഒരു അഭിമുഖത്തിൽ. ആരാധകർക്ക് മോഹൻലാലിൽ നിന്നും കിട്ടേണ്ടത് കൊടുക്കണമെന്ന രീതിയിലായിരുന്നു മോഹൻലാലിന്റെ വാക്കുകൾ. ആ കാര്യം മോഹൻലാൽ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചപ്പോൾ ആരാധകർക്ക് സന്തോഷം ഇരട്ടിയായിരുന്നു. മോഹൻലാൽ അവരെ സന്തോഷിപ്പിക്കാൻ ചില സിനിമകൾ ചെയ്യുന്നുണ്ട് എന്നത്. അങ്ങനെ ചില സിനിമകൾ തന്നെയാണ് മോഹൻലാലിന്റെ ഇനി വരാൻ പോകുന്ന സിനിമകളും. ആ കാറ്റഗറിയിൽ നോക്കിയാൽ മോഹൻലാലിന് തന്നെ അറിയാം ജയിലറിലെ മാത്യു എന്ന മോഹൻലാലിന്റെ കഥാപാത്രം ആരാധകരുടെയും പ്രേക്ഷകരുടെയും ഇടയിൽ എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കി എന്നത്. ആ ചിത്രം സോളോ ആയിട്ട് വരുമോ എന്ന് തന്നെ മോഹൻലാലിനോട് പലരും ചോദിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ മോഹൻലാലിന് മനസ്സിലായി കാണും അതിന്റെ ഒരു റീച്ച് എന്താണെന്ന്. പിന്നെ അപ്പോൾ ജയിലർ 2 ഒരു മാത്യു ആകാൻ വിളിച്ചാൽ മോഹൻലാൽ പോകാതിരിക്കുമോ? കൂടാതെ ജയിലർ 2 മാത്യുവിന്റെ വേഷം പഴയ ക്യാമിയോയിൽ നിന്നും കൂടുതൽ ഉണ്ടാകുമെന്ന രീതിയിൽ നേരത്തെ തന്നെ റൂമറുകൾ ഉണ്ടായിരുന്നു. ഒന്നും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ മോഹൻലാൽ ഇപ്പോൾ പുതിയൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. പ്രേക്ഷകരും ആരാധകരും എല്ലാവരും അങ്ങേയറ്റം സന്തുഷ്ടരാണ്. ഈ പ്രഖ്യാപനത്തിൽ സന്തുഷ്ടരാണ്. അവരുടെ അഭ്യർത്ഥനയാണ് മോഹൻലാൽ സ്വീകരിച്ചിരിക്കുന്നത്. അമ്മയിൽ ഒരു സ്ഥാനവും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിൽ മോഹൻലാലിനെ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ. സിനിമാ പ്രേമികൾക്ക് മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് മോഹൻലാൽ പൂർണ്ണമായും സിനിമാ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നതാണ്. തന്റെ സിനിമകളിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. മറ്റെല്ലാ പരിപാടികളും അദ്ദേഹം മാറ്റിവെക്കുന്നു എന്ന രീതിയിലാണ് പറയപ്പെടുന്നത്. അമ്മയുടെ സ്ഥാനവും അതുപോലെ തന്നെ സ്റ്റേജ് ഷോകളും പരസ്യങ്ങളുമെല്ലാം അദ്ദേഹം ഒഴിവാക്കുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. കൂടുതലും സിനിമയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ മോഹൻലാൽ ഒരുങ്ങുകയാണ്. അതുതന്നെയാണ് പ്രേക്ഷകർക്കും ആരാധകർക്കും വേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം മോഹൻലാൽ എടുത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പ്രമുഖ മൂവി അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നതും. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മോഹൻലാലിന്റെ ഏറ്റവും കൂടുതൽ ആരാധകർ ഇഷ്ടപ്പെടുന്ന പല റോളുകളിലേക്കും മോഹൻലാൽ എത്തിയേക്കാനുള്ള സാധ്യത, അതാണ് ജയിലർ 2 മാത്യുവിലേക്കും വിരൽ ചൂണ്ടുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.